കാർത്തിക് മാഷേ, പത്മ പുരസ്കാരങ്ങൾ ഇപ്പോൾ 2 പേർക്ക് കിട്ടിയിരിക്കുന്നു. ഒന്ന് VS അച്യുതാനന്ദനും മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശനുമാണ്. രണ്ടും അത്ഭുതങ്ങൾ തന്നെയാണ്. ഈ അത്ഭുതങ്ങൾ എങ്ങനെയുണ്ട്? കേരള രാഷ്ട്രീയത്തിൽ ഒരു അത്ഭുതകരമായ മാറ്റത്തിന് വേണ്ടി ഉള്ള ഒരു ശ്രമം തന്നെയാണ് കണിച്ചുകുളങ്ങരയെ കേന്ദ്രീകരിച്ച് കുറേ നാളുകളായിട്ട് നടക്കുന്നത്. ഇതിൽ രണ്ടു വശമുണ്ട്. ഇപ്പോൾ CPM-കാർ ഇത് പൊതുവെ നിരാകരിക്കുന്ന പാരമ്പര്യമുള്ള ആൾക്കാരാണ്. പക്ഷെ അച്യുതാനന്ദൻ ഇത്തരത്തിലുള്ള പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയിൽ നിന്ന് അവസാന കാലത്ത് പാടെ മാറിപ്പോയിരുന്നു. അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും വേണ്ടതായി. ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അദ്ദേഹത്തെ വേണമെങ്കിലും നിലവിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ഒറിജിനലിന്റെ ഒരു എന്താ ഉപ്പാണോ അല്ലെങ്കിൽ ഉപ്പിലിട്ടതാണോ എന്ന് ചോദിച്ചാൽ ഉപ്പിലിട്ടതുപോലെ ആയിപ്പോയി. അപ്പോൾ എന്നത് ആണ് അതിന്റെ അവസ്ഥ. പക്ഷെ ഇവിടെ നമ്മളിത് ചർച്ച ചെയ്യാനുള്ള അടിസ്ഥാന കാരണം സാർ ഈ ചോദ്യം ചോദിക്കുമ്പോഴേ സാറിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ശ്രീ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചത് ഉചിതമാണോ എന്നല്ലേ മനസ്സിൽ? ഞാൻ അങ്ങനെ ചോദിച്ചിട്ടേ. എന്നാൽ നമ്മുടെ സമൂഹം അതാണ് ചോദിക്കുന്നത്. പലയിടത്തും ഇന്നലെ വൈകുന്നേരം ഇത് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ എന്നെ വ്യക്തിപരമായി കണ്ട് പലരും പറഞ്ഞു, അറിഞ്ഞില്ലേ? അപ്പൊ ഞാൻ ആലോചിച്ചത് ഈ ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ G. സുകുമാർ ഇവന്മാർ എനിക്കെന്താണ് തരാഞ്ഞത്? ഇനി ഇവരെ തമ്മിൽ അടിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണോ ഈ പത്മഭൂഷൺ? അതോടൊപ്പം തന്നെ കൂടുതൽ അടുപ്പിക്കുക, അക്ഷരം മാറ്റി അടുക്കുവാനുമുള്ള ഒരു സാധ്യത, ഒരു ചുനുപ്പ് മാറ്റിയാൽ മതി അല്ലേ? മതിയല്ലോ. സാർ ഓർത്തു നോക്കൂ, കേരളത്തിലെ ഈ വെള്ളാപ്പള്ളി നടേശനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം കേരളത്തിന്റെ മതേതരത്വ മുഖംമൂടി നിരന്തരം വലിച്ചു കീറുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നോക്കിയാൽ പ്രകടമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് പൊതുസമൂഹത്തിനോട് ഏത് ഭാഷയിലും പറയുവാൻ മടിയില്ല. അദ്ദേഹം അപ്രിയ സത്യങ്ങൾ പറയുന്നല്ലേ ഉള്ളൂ. സത്യങ്ങളാണത് കേൾക്കുന്നവർക്ക് അപ്രിയമാണ്. സത്യത്തിന്റെ മുഖം വികൃതമായിരിക്കുമെന്ന് പണ്ട് സോക്രട്ടീസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്നതുപോലെ ഉള്ളൊരു കാര്യമാണ്. ഞാൻ മാഷിനോടൊന്ന് ചോദിക്കട്ടെ, അവിടെ നമുക്കൊന്ന് ഏറ്റുമുട്ടാം. അതായത് നമ്മുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള O. അബ്ദുള്ള, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ആളും കൂടെ ആയിരിക്കും, ആയിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യം, ഞങ്ങൾ 15 പേര് മതി, ഒരു കോടി പേരെ കൊല്ലാൻ ഞങ്ങൾ മതി എന്ന് പറഞ്ഞപ്പോൾ അത് വർഗീയതയായിട്ടും ഒരു വർഗീയ വിഷയമായിട്ടും ആരും പറയാത്തത്. അതുപോലെ തന്നെ മതമാണ് പ്രശ്നമെന്ന് KM ഷാജഹാൻ പറഞ്ഞപ്പോൾ അതിൽ എന്താണ് ആരും വർഗീയത കാണാത്തത്? വെള്ളാപ്പള്ളിക്ക് എന്താ കൊമ്പുണ്ടോ അദ്ദേഹം പറയുന്നതിലെല്ലാം വർഗീയത കാണാൻ? അതുപോലെ തന്നെ മറ്റേ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ ഏറ്റവും ഉയർന്ന നേതാവ്, എന്താ കുഴപ്പം? സത്യത്തിൻ്റെ മതം ലോകമെങ്ങും വ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ സത്യവിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് പറയുമ്പോൾ അതിൽ വർഗീയതയൊട്ടുമില്ലേ? എന്താണിത്? അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനത്തിന് അവകാശമുണ്ടെന്നൊക്കെ പറയുമ്പോൾ, മതാടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ വർഗീയത കാണാത്ത നിങ്ങൾ പാവം വെള്ളാപ്പള്ളി നടേശൻ എനിക്കൊന്നും കിട്ടിയില്ലേ, ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുമ്പോൾ അതാണ് വർഗീയത എന്ന് പറയുമ്പോൾ ഒരു പൊരുത്തക്കേട് തോന്നുന്നില്ലേ? നമ്മുടെ വർഗീയതയും മതേതരത്വവും രണ്ടും നമ്മൾ നോക്കിയാൽ, മതേതരത്വം ഇവിടെ ഒരു വൺ വേ ട്രാഫിക്കാണ്, വൺ സൈഡ് മതേതരത്വമാണ്. ഇതിനുള്ള പ്രതികരണങ്ങൾ വളരെ സെലക്റ്റീവാണ് കേരളം നടത്തുന്നത്. അത് ആരുടെ കുറ്റമല്ല. ഇതുകൊണ്ടുള്ള ദോഷം അനുഭവിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഴിക്കുന്നത് ന്യൂനപക്ഷങ്ങളെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് മുസ്ലിം സമുദായമാണ്. അറിയാമോ ആരാണ് ഇതിന് ഉത്തരവാദികൾ? എനിക്ക് കസേരയിൽ കയറിയിരിക്കണമെന്ന രാഷ്ട്രീയക്കാരനായ എൻ്റെ സ്വാർത്ഥ ചിന്തയിൽ നിന്ന് എങ്ങനെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും സെപ്പറേറ്റ് ക്ലാസ്സുകളിലാക്കാമെന്ന് അവന്റെ ചിന്തയിൽ നിന്നാണ് മുസ്ലിം ഫോബിയ കേരളത്തിൽ ഉണ്ടായത്. അതൊരു അടിസ്ഥാന കാരണം മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ സങ്കല്പം ന്യൂനപക്ഷം എന്നുള്ളതിനെ കുറിച്ചുള്ള സങ്കല്പം, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശ്രദ്ധയും കിട്ടാതെ, ഒരു വോട്ടിന് ഒരു സീറ്റ് പോലും കിട്ടാതെ, ഒരു പഞ്ചായത്ത് സീറ്റ് പോലും കിട്ടാത്ത അതിന്യൂനപക്ഷങ്ങളായിട്ടുള്ള അഹമ്മദീയ വിഭാഗം, ബോറ വിഭാഗം, ബഹാവുദ്ദീൻ്റെ മതത്തിൽപ്പെട്ട ആൾക്കാർ, ഇങ്ങനെയുള്ള അതിന്യൂന സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സികൾ അതുപോലെ ഉണ്ട് കേരളത്തിൽ. ജൂതമതം ന്യൂനപക്ഷമാണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ന്യൂനപക്ഷം. അവർക്ക് കാരണം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വരാൻ പറ്റുന്നില്ല. ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെ അങ്ങോട്ട് എത്തുമ്പോഴാണ് ജനാധിപത്യം സാർത്ഥകമായി തീരുന്നത്. അതുകൊണ്ടാണ് ആ ന്യൂനപക്ഷത്തിൻ്റെ പരിഗണനയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേയസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഭൂരിപക്ഷമുള്ള തന്നെയാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്. ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള അവരെ പരിഗണിക്കുക, അതൊരു തെറ്റായ പ്രയോറിറ്റി അല്ലേ മാഷേ അത്? കാരണം ഭൂരിപക്ഷത്തോളം എത്തുന്ന ജനസംഖ്യ ഉള്ള ആൾക്കാർക്ക് പരിഗണന കിട്ടുമ്പോൾ അതിന് താഴോട്ട് പോകുന്ന ഹയറാർക്കികളുള്ളവർക്കെല്ലാം
പരിഗണന കിട്ടാതെ വരുന്ന ഒരു പരിതോവസ്ഥയല്ലേ നമുക്കുള്ളത്. ഈ നമ്മുടെ സമൂഹത്തിലും ലോകത്തെ എല്ലായിടത്തും വിശപ്പിനും ദാരിദ്ര്യത്തിനും മതമില്ല. വിശപ്പിനുമില്ല ഈ സാധനം, ദാരിദ്ര്യത്തിനും നമുക്കറിയാം. പക്ഷേ എങ്കിലും ഇവിടെ മതം പറഞ്ഞ് ദാരിദ്ര്യമില്ലെങ്കിലും നീ മതത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൂ ഒരു മതത്തോട്. മറ്റൊരു മതത്തോട് നിനക്ക് ആനുകൂല്യം ഒന്നും തരികയില്ല. കാരണം നീ ആനുകൂല്യം കൊടുക്കേണ്ട മതത്തിൽ പെട്ടവനല്ല. മതം മാനദണ്ഡമാക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അധപ്പതനമാണ്. കാരണം മതമല്ലല്ലോ വിശപ്പിനെ സൃഷ്ടിക്കുന്നത്. അത് മനുഷ്യാവസ്ഥകളാണ്, സാമൂഹ്യ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യം സൃഷ്ടിച്ചത് മതമല്ല, രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹത്തിലുള്ള ഈ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പരിപ്രേക്ഷ്യത്തിൽ നിൽക്കുന്ന സാധാരണക്കാര്, ഇവിടുത്തെ കയർ തൊഴിലാളികൾ, ചെത്തു തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ തുടങ്ങിയ ഏറ്റവും അടിസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ദാരിദ്ര്യാവസ്ഥയിൽ എത്രയോ കാലങ്ങളായിട്ട് ഒരു ക്ലീഷേ പോലെ ആവർത്തിച്ച SNDP ഭരണത്തിൽ നിന്ന് മാറ്റം വരുത്തി മൈക്രോ ഫിനാൻസ് പോലുള്ള നൂതന സംരംഭങ്ങൾ കൊണ്ടുവന്ന് അവരെ ശാക്തീകരിച്ചു. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തണമെന്ന് പറഞ്ഞു. ഒരു പ്രത്യേകമായ വാചകം സാർ എടുത്തു മനസ്സിലാക്കുക. ശ്രീ നാരായണ ഗുരുദേവന് ശേഷം SNDP യോഗത്തോട്, ഒരു പക്ഷേ ഹിന്ദു സമൂഹത്തോട്, അല്ലെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, നിങ്ങൾ ഇങ്ങനെയല്ല ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞത് പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആര് വേണമെങ്കിലും വളച്ചൊടിച്ചോട്ടെ. പക്ഷെ അദ്ദേഹത്തിന്റെ വിഭാഗത്തോട് പറഞ്ഞു, നിങ്ങൾ സമുദായം പറയണം. ആർക്കുണ്ട് ഇത് പറയാനുള്ള? കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്നുള്ള അവസ്ഥയിൽ അല്ലേ ഇപ്പൊ കാര്യങ്ങളുടെ വിലപേശൽ നടക്കുമ്പോൾ SNDP വഴിയോരത്തായിരിക്കുകയാണ്, അരികുവൽക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കരഞ്ഞു വാങ്ങിക്കൂ എന്നൊരു സംഘാടകൻ എന്നുള്ള നിലയിൽ, ഒരു പൊതുജനപ്രവർത്തനം എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നു. അത്രമാത്രം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മുസ്ലിങ്ങളാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അവരോടുള്ള വിരോധമല്ല, മറിച്ച് സംഘടിതമായി വിലപേശി SNDPക്കുള്ളതും കൂടി കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ദണ്ണമല്ലേ അദ്ദേഹം കാണിച്ചത്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ ഈ അദ്ദേഹത്തിന് ഈ പത്മ പുരസ്കാരം അദ്ദേഹം അർഹിക്കുന്നുണ്ടോ? അദ്ദേഹം എന്തുകൊണ്ട് അർഹിക്കുന്നില്ല? ഞാനൊരു നിസ്സാരമായ കാര്യം ചോദിക്കാം. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഇപ്പോഴുള്ള തങ്ങളുടെ അച്ഛന്റെ പേര് ഏതാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം മരിച്ചപ്പോൾ സ്റ്റേറ്റ് ഓണർ കൊടുത്ത് ഓർക്കുന്നുണ്ടോ? അതായത് സ്റ്റേറ്റ് ലാസ്റ്റ് സല്യൂട്ട് കൊടുത്ത് ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ കോൺട്രിബ്യൂഷൻ? എൻ്റെ അറിവിലൊന്നുമില്ല. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആണല്ലേ, മതത്തിന്റെ ഖാസിയും കൂടിയാണ്. സുന്നി വിഭാഗം. ഓക്കെ, അതാണല്ലോ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ. അദ്ദേഹത്തിന് കൊടുക്കാമെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് കൊടുത്തത്? അതൊരു ആ മതവിഭാഗം മുസ്ലിങ്ങള് കേരള സമൂഹത്തിന്റെ ഭാഗമാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിനെതിരായ പ്രവർത്തനമല്ല. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അദ്ദേഹത്തിന്റെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അത് ചെയ്തുകൊണ്ടാണ് മറ്റു എന്തൊക്കെ അവാർഡ് കൊടുത്തില്ലെങ്കിൽ, പത്മയൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും സ്റ്റേറ്റ് ഗവൺമെന്റ് അദ്ദേഹത്തിന് സല്യൂട്ട് കൊടുത്തത്. എന്നതുപോലെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ സമുദായത്തിനെ ഉദ്ധരിക്കാൻ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൽ മാത്രം നമ്മൾ വർഗീയത കാണുമ്പോൾ മറ്റുള്ളവർ ഇതേ ചിന്താഗതിയിൽ സ്വന്തം മതവും സമുദായവും ഒക്കെ പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്കതില്ല, അവർക്ക് മാത്രമില്ല, ഇദ്ദേഹത്തിന് മാത്രമാണെന്ന് പറയുമ്പോൾ നമ്മളുടെ സങ്കുചിതത്വമാണ്. നമ്മൾ പറയുന്നതിൽ സത്യസന്ധതയില്ലായ്മയാണ്. അങ്ങനെയല്ല വെള്ളാപ്പള്ളി നടേശനെ വിലയിരുത്തേണ്ടത്. അദ്ദേഹം അടിസ്ഥാനപരമായി തീയിൽ കുറിച്ചൊരു നേതാവാണ്, കരുത്തുള്ളൊരു ഒരിക്കലും ചാനലിൽ നമ്മൾ ട്രോളിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു വാചകമുണ്ട്. ആദ്യത്തെ വാചകം ഞാൻ പറയുന്നില്ല, അതിനുശേഷം അത് മെഴുകിയല്ലോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ രീതിയിൽ നാടൻ ഭാഷാ പ്രയോഗം കൊണ്ടാണെങ്കിൽ പോലും ചാട്ടിള് പോലെ തന്റെ ആശയങ്ങൾ എതിരാളികൾക്കെതിരെ പറയാൻ ഒരു മടിയുമില്ല. ഈ കഴിഞ്ഞിടക്ക് പത്രപ്രവർത്തകരോട് അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം തന്നെ അപ്പൊ മനസ്സിൽ യുവത്വവും ആർജവവും ഫയറും സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ സമുദായത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹം സമുദായം പറയണമെന്ന് പറയുന്നത് ആ സമുദായത്തിന് ഉത്കർഷം ഉണ്ടാകാൻ വേണ്ടിയും അവരൊന്നിച്ചു നിന്നാൽ മാത്രമേ സംഘടിച്ച് അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞ് സംഘടിച്ച് ശക്തരാകൂ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. ഇവരെ ഈ രാഷ്ട്രീയക്കാർ വിഭജിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ കൊണ്ടുപോയവരുടെ കൂടെ അല്ലല്ലോ, അദ്ദേഹം ഒരു ഇടയനായി, നല്ല ഇടയനായി ഇവരെ വീണ്ടും അവർ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അങ്ങോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതൊരു അവാർഡിന് അർഹമായ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പത്മ പുരസ്കാരം അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതിന് ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ. കേരള സമൂഹത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സമുദായ വിഭാഗത്തെ സമുദ്ധരിക്കുവാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അതോടൊപ്പം ഇതര സാമൂഹ്യ മണ്ഡലങ്ങളിൽ അദ്ദേഹം ചെലുത്തുന്ന സ്വാധീനവും അത് ഉറപ്പായിട്ടും പത്മയ്ക്ക് അർഹമായ കാര്യം തന്നെയാണ്. അദ്ദേഹം അർഹിക്കുന്നുണ്ട്. ആരും
അദ്ദേഹത്തെ കള്ള് കച്ചവടക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് അതാണ് ശരിക്കും വർഗീയതയും അല്ല, സാമുദായിക. കേരളത്തിൽ കള്ള് കച്ചവടം നടത്തുന്ന അദ്ദേഹം മാത്രമാണ്. ബാർ അതിനേക്കാൾ മാരകമായ സാധനമാണ്. ഗവൺമെന്റ് വക്ബാരിയല്ലേ? ഗവൺമെന്റ് നടത്തുന്നില്ലേ? ഗവൺമെന്റ് വക്ബാരി. പിന്നെ പറയുന്ന മറ്റു കാര്യം, അദ്ദേഹം ഏതൊക്കെ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് ആരോപണ വിധേയനാണെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിൽ ലോകത്ത് ആർക്കും ഇതൊന്നും കൊടുക്കാൻ പറ്റുകയില്ല. നമ്മുടെ MP-മാരും MLA-മാരും മന്ത്രിമാരും കേസിൽ പ്രതികളാണ്, ആരോപണ വിധേയരല്ലെന്ന് ഓർക്കണം. ശ്രീ VS അച്യുതാനന്ദൻ എത്ര കേസിൽ പ്രതിയായിട്ടുണ്ട്? ആരോപണ വിധേയൻ എന്നതും പ്രതിയായതും രണ്ടാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പരിസ്ഥിതിയുടെ അതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.